ഹായ് വിച്ച് ഡോക്ടേഴ്സ്. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ സൈലത്തിന്റെ കാലിക്കറ്റ് ഹൈബ്രിഡ് ക്യാമ്പസിൽ അടിപൊളിയായിട്ട് നീ 2024 പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൗരിയാണ്. അപ്പോൾ ഗൗരിയുടെ പ്രിപ്പറേഷൻ എങ്ങനെയുണ്ട്, വിശേഷങ്ങൾ എങ്ങനെയൊക്കെയുണ്ട്, ഐ മീൻ എവിടെ എത്തി, ഏത് സ്റ്റേജിൽ നിൽക്കുന്നു എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഗൗരി, വെൽക്കം ടു ദിസ് ഇന്ററാക്ഷൻ. സോ എന്താണ് ഇപ്പോൾ, വാട്ട് ഡു യു ഫീൽ റൈറ്റ് നൗ? ഈ ഒരു പോയിന്റിൽ ടെൻഷൻ ഇല്ല എന്ന് പറയുന്നില്ല, അത്യാവശ്യം. പക്ഷെ ഓൺലൈനിന്ന് ഓഫ്ലൈനിക്ക് വന്നപ്പോ നമ്മള് പെരിഫറൽ മാത്രമായിട്ട് പഠിച്ചു പോയ കുറെ കാര്യങ്ങളുടെ തന്നെ ഉള്ളിലോട്ട് പഠിച്ച് ഡെപ്ത് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, ആ വയസ്സ് നോക്കുമ്പോ ഹാപ്പിയാണ്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് റിവിഷൻസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? ലൈക്ക് ലാസ്റ്റ് മിനിറ്റ്, കുറച്ച് നാളും കൂടെ അല്ലേ ഉള്ളൂ. How do you carry out your revisions? ഞാൻ സൈലത്തിന്റെ എക്സാമിന്റെ ആ ഒരു ഇത് വെച്ചിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ നമ്മുടെ പ്ലാൻ അനുസരിച്ച് അങ്ങനെ ഒരുമിച്ച് പോകുന്നത്. പിന്നെ ഇടയ്ക്ക് GIB വരുന്നതുകൊണ്ട് ഒരു 4 മൊഡ്യൂൾ കഴിഞ്ഞാൽ GIB എന്നുള്ളത് കൊണ്ട് ആ GIBയുടെ മുന്നായിട്ട് 4 മൊഡ്യൂളും ഒരുമിച്ച് ഒന്നുകൂടെ റിവൈസ് ചെയ്യും. അപ്പം ഓരോ എക്സാം കഴിയുമ്പോഴും അടുത്ത എക്സാമിൽ സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സാമിന്റെ മാർക്ക് വരുമ്പോൾ നമുക്കറിയാലോ അടുത്ത പ്രാവശ്യം എനിക്ക് ഇതിൽ നല്ലത് മേടിക്കണമെന്ന്. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? അത് ആക്ച്വലി എനിക്ക് കെമിസ്ട്രിയിലാണ് കൂടുതൽ നെഗറ്റീവ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഹെമിൻ സാറ് എല്ലാ എക്സാം കഴിഞ്ഞാലും എത്ര നെഗറ്റീവ് ഉണ്ട്, എത്ര അൺഅറ്റൻഡഡ് ഉണ്ട് എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമുക്ക് തന്നെ കുറെ നെഗറ്റീവ് വരുമ്പോൾ പറയുമ്പോൾ ഭയങ്കര നാണക്കേടായിരുന്നു. സമയം സാറ് ചോദിക്കാൻ വരുമ്പോൾ നമുക്ക് തന്നെ പകുതി കാറ്റ് പോകും, അങ്ങനെയായിരുന്നു. പക്ഷെ അങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ കോൺഷ്യസ് ആവാൻ തുടങ്ങി. അപ്പൊ ഇപ്പൊ നെഗറ്റീവ്സ് ഒക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, അപ്പം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അതായത് നമ്മളുടെ മിസ്റ്റേക്കുകൾ നമ്മൾ അനലൈസ് ചെയ്യുക, അത് നോക്കിയിട്ട് അവിടെ വിടല്ല, അതിനെ നോട്ട് ചെയ്ത് വെക്കുക, ആൻഡ് അഗെയിൻ മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നോക്കുക. ദാറ്റ്സ് വെരി ഗുഡ്. പിന്നെ എങ്ങനെയാണ് ലൈക്ക് സെൽഫ് സ്റ്റഡി ചെയ്യില്ലേ എല്ലാ ദിവസവും തന്നെ? നിങ്ങളുടേതായ ഒരു ഗൗരി ഇരുന്ന് പഠിക്കുന്ന ഒരു സമയം ഉണ്ടാവില്ലേ? ആ സമയത്ത് എങ്ങനെയാണ്, എന്ത് യൂസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്? ഞാൻ മോർണിംഗ് പേഴ്സൺ ആണ്. അപ്പൊ എന്റെ റൂമിലെല്ലാവരും നൈറ്റ് പേഴ്സൺ. അപ്പൊ ഞാൻ മാത്രമേ രാവിലെ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഭയങ്കര സൈലന്റ് ആയിട്ടിരുന്ന് പഠിക്കാൻ വേണ്ടി പറ്റും. പിന്നെ പേൾ വീഡിയോസ് നമ്മൾ ഓൺലൈൻ ആയിരുന്നപ്പോ ലൈവ് ക്ലാസ്സസ് കണ്ടുകൊണ്ടിരുന്നത്. പേൾ കാണാൻ അത്ര ടൈം കിട്ടിയിട്ടില്ല. അപ്പൊ ഇവിടെ വന്നപ്പോൾ കുറച്ച് വീക്കായിട്ടുള്ള ടോപ്പിക്സിന്റെ ഒക്കെ പേൾ വീഡിയോസ് കണ്ടിട്ട്, ഫിസിക്സ് ഒക്കെ പേൾ വീഡിയോസ് കണ്ടിട്ട് റിവൈസ് ചെയ്യും. ഇപ്പൊ ബയോളജി നമുക്കറിയാം, നീറ്റ് എക്സാമിന് ഏറ്റവും ലെങ്തി ആയിട്ടുള്ള പേപ്പറാണ്, ഏറ്റവും മാക്സിമം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ പേപ്പറും കൂടിയാണ്. ബിക്കോസ് ഫിസിക്സ് കെമിസ്ട്രി ജനറലി എല്ലാവർക്കും അതൊരു കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ബയോളജി പഠിക്കുമ്പം നമുക്കറിയാം NCERT വായിക്കണം. സോ ഹൗ ഡു യു ഡു ദാറ്റ്? ചെയ്യുന്നുണ്ടോ? അത് NCERT വായിക്കുക, അതാണല്ലോ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ. പക്ഷെ ബയോളജി ആസ് സച്ച് പറയുമ്പോൾ നമുക്ക് പഠിക്കാൻ എളുപ്പമാണെങ്കിലും മാർക്ക് നമ്മൾ എക്സാം എഴുതുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നമ്മൾ കോൺഷ്യസ് ആവേണ്ട ഇതാ. കാരണം ബയോളജി പറയുമ്പോൾ എളുപ്പമാകുന്നതുകൊണ്ട് നമുക്ക് കോൺഫിഡൻസ് കൂടും. അപ്പൊ നെഗറ്റീവ് ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ NCERT ലൈൻ ബൈ ലൈൻ നോക്കണം എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ വന്നിട്ട് മനസ്സിലായി. നമ്മള് വായിക്കാതെ വിട്ടിരുന്ന കുറെ പോയിന്റ്സ് നടക്കും. ഇപ്പൊ മൊഡ്യൂൾ എക്സാമിന് ഇൻഡെപ്ത് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ ബയോളജി ആ ഒരു ഇതില് നമ്മൾ ലൈൻ ബൈ ലൈൻ തന്നെ വായിക്കണം. അപ്പൊ ഡെയിലി വായിക്കാറുണ്ടോ? ഡെയിലി ഒരു പ്ലാൻ ഉണ്ടോ? ലൈക്ക് എത്ര പേജസ് ഓഫ് NCERT വായിക്കും? ഞാൻ പറഞ്ഞില്ല, ഞാൻ എക്സാമിന്റെ ബേസിസിലാണ് ഞാൻ പഠിച്ചു പോകുന്നത്. അപ്പം ഒരു ദിവസം സുവോളജി മൊത്തം എടുക്കുക, ഒരു ദിവസം ബോട്ടണി മൊത്തം എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ മീൻസ് ഫിസിക്സ് ഒരു ദിവസം ഫിസിക്സ് സുവോളജി ആണെങ്കിൽ മറ്റേ ദിവസം കെമിസ്ട്രി ബോട്ടണി ആണെങ്കിൽ സുവോളജി അന്ന് മൊത്തം സുവോളജി തീർക്കും, പിറ്റേ ദിവസം മൊത്തം ബോട്ടണി തീർക്കും. അങ്ങനെ. ഓക്കെ, അപ്പം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിക്കാറുണ്ട്. അപ്പം NCERT വായിച്ചപ്പം ഇതുവരെ കാണാത്ത ഏതെങ്കിലും ഭാഗങ്ങളോ ക്വസ്റ്റ്യനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നോട്ട് ചെയ്തിരുന്നോ? അതാ ഞാൻ പറഞ്ഞത്, നമ്മള് അങ്ങനെ ഇമ്പോർട്ടന്റ് അല്ല എന്ന് വിചാരിച്ച് വിട്ടിരുന്ന കുറെ കാര്യങ്ങൾ നമ്മള് ഇപ്പൊ ഡയഗ്രാംസ് ഒക്കെ നമ്മൾ അങ്ങനെ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല, വായിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇവിടെ വന്നിട്ടാണ് ശരിക്ക് ഡയഗ്രാംസ് എല്ലാം നോക്കാൻ തുടങ്ങിയത്. അപ്പൊ കെമിസ്ട്രി ആണ് ടഫ് എന്ന് പറഞ്ഞു. ഈ കെമിസ്ട്രി ഈസി ആക്കാൻ വേണ്ടിട്ട് എന്താ ചെയ്യുന്നത്? കെമിസ്ട്രി എനിക്ക് ഓർഗാനിക് കെമിസ്ട്രി ആണ് കുറച്ച് ടഫ് എന്ന് പറയുന്നത്. ഓർഗാനിക് ഞാനിപ്പോ ഇവിടുത്തെ ഓഫ്ലൈൻ വന്നുകൊണ്ട് നമുക്ക് ഫാക്കൽറ്റീസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാലോ. അപ്പൊ ഞാൻ SD സാറിനോട് ചോദിച്ചു ഓർഗാനിക് എങ്ങനെ എളുപ്പമാക്കാന്ന് ചോദിച്ചപ്പോ റിവൈസ് ചെയ്താൽ മതി ഇടയ്ക്കിടയ്ക്ക് ടിപ്സ് ഒക്കെ പറഞ്ഞു.
ഓക്കെ. അപ്പം ടീച്ചേഴ്സ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ബേസിക്കലി മോൾക്ക് എപ്പോൾ വേണമെങ്കിലും വാക്ക് ഇൻ ചെയ്ത് 1-to-1 ഡിസ്കസ് ചെയ്യാനൊക്കെ എല്ലാവരും അവൈലബിൾ ആണ് അല്ലെ? ടീച്ചേഴ്സ് ഒക്കെ എപ്പോഴും ഞാൻ പിന്നെ ഓൺലൈനിൽ ഞാൻ ഇതുവരെ ഒരു മെസ്സേജ് ഡൗട്ട് ഉണ്ടെങ്കിലും ഗൂഗിൾ തപ്പാന്നുള്ളൊരു ഇതില് ഇതുവരെ ഒരു മെസ്സേജ് പോലും ഞാൻ അയച്ചിട്ടില്ല. പക്ഷെ ഇവിടെ നിന്ന് ഹോസ്റ്റലിലേക്ക് വന്നാലും അതെ, ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പോയി ഡൗട്ട് ചോദിക്കും. ക്ലാസ്സിന്റെ ഇടയിൽ നിന്നും ഡൗട്ട് ചോദിക്കാനുള്ള ആ ഒരു കറേജ് ഒക്കെ ഉണ്ട്. ഇപ്പം എല്ലാം ചോദിക്കാറുണ്ട്. ദാറ്റ്സ് ഗുഡ്. ഒരുപാട് ചോദിക്കുന്നത് ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് എത്ര നന്നായി നിങ്ങൾ ചോദിക്കുന്നു അത്ര നന്നായി നിങ്ങൾ പഠിക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുക. ദാറ്റ്സ് ഗുഡ്. ചലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് തോന്നിയോ ഈ ഒരു സ്റ്റഡി പീരീഡിൽ, ഈ ഫൈനൽ ലാപ്പിൽ ചലഞ്ചിങ് ആയിട്ട് തോന്നിയൊരു? മെന്റലി എന്തായാലും നമുക്ക് അത്യാവശ്യം നല്ല സ്ട്രെസ് ഉള്ള ഒരു സംഭവമാണ്. കാരണം നമ്മുടെ ഒപ്പം പഠിച്ച ഫ്രണ്ട്സ് എല്ലാവരും അവരവരുടേതായിട്ടുള്ള ലൈഫില് മീൻസ് കോളേജ് ലൈഫ് അടിച്ചു പൊളിക്കാൻ. നമ്മൾ ഇവിടെ ഇപ്പോഴും +1 +2 പഠിച്ചതന്നെ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കാന്ന് പറയുമ്പോൾ ആ ഒരു മെന്റൽ സ്ട്രെസ് ഉണ്ടായിരുന്നു. പക്ഷെ ഫാമിലി നല്ല സപ്പോർട്ട് ആയതുകൊണ്ട്, ഓൺലൈൻ ആയതുകൊണ്ട് മെന്റൽ സ്ട്രെസ് അപ്പം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ടീച്ചേഴ്സിന്റെ ഒരു ഇതോ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? എനിക്കിപ്പോ ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്ന മോട്ടിവേഷൻ ക്ലാസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഫുൾ സിലബസ് മോക്ക് ടെസ്റ്റ് ഇപ്പൊ എഴുതിയോ? ഇല്ല. യെറ്റ് ടു റൈറ്റ്. ഓക്കെ. അപ്പം അത് നമ്മൾ നല്ലതായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കണം അല്ലേ? ബിക്കോസ് ഫുൾ സിലബസ് മോക്ക് ടെസ്റ്റിൽ നമ്മുടെ ഓൾമോസ്റ്റ് സ്കോർ എത്രയാന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ആൻഡ് നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാൻ പറ്റും. ഓക്കെ. സോ വെൻ യു കം ആൻഡ് സിറ്റ് ഇൻ എ ക്ലാസ് റൂം, ലൈക്ക് ഇവിടെ നമ്മുടെ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പം ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ എഴുതുമ്പം വാട്ട് ഡു യു ഫീൽ? കോമ്പറ്റീഷൻ കൂടുന്നാണോ തോന്നുന്നത് അതോ? എനിക്ക് കോമ്പറ്റീഷൻ കൂടുന്നതായിട്ട് തന്നെ തോന്നിയത്. നമ്മൾ അത്രയും കാലം ഓൺലൈനിലായതുകൊണ്ട് നമ്മുടെ കൂടെ എത്ര പേര് കോമ്പറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ അറിയേണ്ടതില്ല. നമുക്ക് 600+ മാർക്ക് ഉണ്ട് GAV നമുക്ക് കിട്ടും, ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ നമ്മുടെ ഒപ്പമുള്ള എല്ലാവരും ആ ഒരു റേഞ്ചിനെയാണ് നമുക്ക് മനസ്സിലായപ്പോ അത്രയും കോമ്പറ്റിങ് ഉണ്ട് എന്ന് മനസ്സിലായി. ഇപ്പൊ കമ്പയർ ചെയ്ത് ഒരു ഹെൽത്തി കോമ്പറ്റീഷനിലൂടെ ഒക്കെ നമ്മുടെ സ്റ്റഡീസ് ആക്റ്റീവായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ? അപ്പൊ ഇങ്ങനെ തന്നെ പോട്ടെ. പിന്നെ എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എവിടെ പഠിക്കാനാണ് ഗൗരിക്ക് ആഗ്രഹം? എല്ലാവരുടെയും ഡ്രീം കോളേജ് ആണല്ലോ എയിംസ്, ഡൽഹി, ജിപ്മർ ഒക്കെ. അങ്ങനെയുള്ള കോളേജസ് ഒക്കെ എന്റെയും ഡ്രീമിലുണ്ട്. പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഓക്കെ. അപ്പം ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ടോപ്പ് കോളേജിൽ തന്നെ കയറാൻ പറ്റട്ടെ. ഓക്കെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.